വരൂ നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാമൊക്കെ. ഇന്നില്ലേ ഞാൻ കോഴിക്കോടുന്ന് ഇന്നലെ വരുമ്പോ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബൊഗെയിൻവില്ല അജു വാങ്ങി തന്നതാ. ഞാൻ ഇന്ന് എനിക്ക് അപ്പുവിന്റെ അമ്മയും അപ്പു എനിക്ക് അവിടെ വീട്ടിലുള്ള കുറെ ചെടികളും തന്നു. ഞാൻ ഒരു വെണ്ടയ്ക്കും ഹായ് എവ്രിവൺ, വെൽക്കം ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ഇന്നില്ലേ ഞാൻ കോഴിക്കോടുന്ന് ഇന്നലെ വരുമ്പോ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ബൊഗെയിൻവില്ല അജു വാങ്ങി തന്നതാ. ഞാൻ പറയില്ല എപ്പോഴേക്ക് വള്ളി വള്ളി പോലെ എന്തെങ്കിലും ആക്കണമെന്ന്. എനിക്ക് വൈറ്റ് ബൊഗെയിൻവില്ല വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട് ഉണ്ട് രഞ്ജിത്ത്, അവന്റെ വീട്ടിൽ പോയപ്പം അവരുടെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ ആർച്ച് പോലെ ഇങ്ങനെ ഭയങ്കര പന്തലിച്ചിട്ട് ഈ വൈറ്റ് ബൊഗെയിൻവില്ല ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു, പിടിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ പോയപ്പോ ഞാൻ വീണ്ടും ഒരു 2-3 കമ്പ് എടുത്തിട്ട് അതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും പിടിച്ചില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ അജു ഇങ്ങനെ ഞാൻ പറഞ്ഞ കേട്ടിട്ട് എനിക്ക് വാങ്ങി തന്നതാ. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ അവിടുത്തെ ഗേറ്റിന്റെ അവിടെ ഒന്ന് ഈ പോട്ടിന്ന് ഈ മണ്ണോടെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഇറക്കി വെച്ചിട്ട് കുഴിച്ചിട്ട് നോക്കാം, പിടിക്കുമോ നോക്കി നോക്കാം. പിന്നെന്താ, പിന്നെ എനിക്ക് അപ്പുവിന്റെ അമ്മയും അപ്പു എനിക്ക് അവിടെ വീട്ടിലുള്ള കുറെ ചെടികളും തന്നു. ഞാൻ അത്ര വേണ്ട പറഞ്ഞു, നമുക്ക് ഇവിടെ അത്ര സ്ഥലമില്ല. ഇപ്പൊ ഉള്ള സ്ഥലത്ത് തന്നെ ഞാൻ നിറയെ ചെടികൾ വെച്ചിട്ടുണ്ട്. എന്നാലും ചെടി അത് തരട്ടെ ഇത് തരട്ടെ ഇത് കൊണ്ടുപോയിക്കുമെന്ന് പറയുമ്പോ എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ പറ്റുന്നതൊക്കെ കൊണ്ടുവന്ന്. കാറിലല്ലോ പോയിട്ടുണ്ടായത്, ട്രെയിനിലല്ലേ, ഐ മീൻ ബസ്സിലാണ് പോയത്, തീർച്ചയായും ട്രെയിനിലാണ് വന്നത്. അപ്പൊ ഞാൻ കാറിലാണെങ്കിൽ ചിലപ്പോൾ ഇതിലും അധികം ഉണ്ടാവുമായിരിക്കാം. ട്രെയിനിലായതുകൊണ്ട് ഞാൻ ഇത്ര കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് കുഴിച്ചിടാം. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് അവരെ പഴയ ഫോട്ടോ അമ്മയ്ക്ക് 11:11 സമയം നോക്ക്, 11:11 അമ്മ വന്നിട്ട് എനിക്ക് ഫോട്ടോ കാണിച്ചു തരായിരുന്നു. ഞാൻ അമ്മേനെ കാണിച്ചു തരാം കേട്ടോ. പഴയ ഫോട്ടോ കാണുന്നുണ്ടോ നിങ്ങള്? ഇതില് ഞാൻ അമ്മേനെ കാണിച്ചു തരാം. അമ്മയത് ഈ ചെറുത്. കൊള്ളാം. അപ്പൊ ഓക്കെ, നമുക്ക് അതൊക്കെ വേഗം ചെയ്യാം. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് അമ്പലത്തിൽ പോട്ടെ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അമ്പലത്തില് ജപിക്കുന്നത്, അമ്പലത്തില് അന്നദാനം ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് ഈ പണി പെട്ടെന്ന് തീർത്തിട്ട് കുളിച്ചിട്ട് അമ്പലത്തില് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോവാം. അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യട്ടെ കേട്ടോ. ശ്രീജി മാം ഇതിലാണ് കേട്ടോ തമ്മമ്മ അല്ലെ. നിങ്ങൾ നല്ല രസമുണ്ട്. അമ്പ ചെറുതാക്കാം, മറ്റേ ഇതിലിട്ടിട്ട് AI ഫോട്ടോ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം. കൊള്ളാം. ശരി, ഞാൻ പണിയെടുക്കട്ടെ. ഞാനേ ഇത് ആ സൈഡിൽ അങ്ങ് ഇറക്കട്ടെ. അമ്മച്ചനും മാമനെ പോലത്തെ ഉണ്ട്, കുട്ടമാമനെ പോലെ ഉണ്ട്. അതിനോണ്ടല്ല മാമൻ ആ ഫോട്ടോ താഴെ ഇട്ടതേ. ഇതുണ്ട് അമ്മച്ചനും പോലെ തന്നെ ഉണ്ട് മാമനൊക്കെ. അമ്മ ഞാനിത് അവിടെ ഇറക്കട്ടെ സൈഡില്. മുളകും തൈ അമ്മയ്ക്ക് അതിൽ കുത്തി തന്ന പിടിക്കൂല ഇനി. പിടിക്കാൻ ഇത് മറ്റേ കാന്താരി മുളകിന്റെ തൈ അമ്മ തന്നതാ. ഞാൻ ഈ അമ്മേനെ മണ്ണിൽ ഇറക്കി വെച്ചിട്ട് എനിക്ക് തന്നിട്ടുണ്ടായത്. ഇച്ചിരി വാടിപ്പോയിട്ട് നമുക്ക് നോക്കാം. അതില് അമ്മ കാന്താരി മുളക് തന്നതിൽ ഇതുണ്ട്, ചുവപ്പ് കളറ് മറ്റേ വിത്താവാനുള്ളതുണ്ട്. അമ്മ പറഞ്ഞത് ആക്കണ്ട, അതിങ്ങനെ ഞമണ്ടിയിട്ട് ആ സീഡൊക്കെ നാക്കിയിട്ട് ഇതിൽ പോട്ടിൽ ഇങ്ങനെ ആക്കിയാൽ മതി എന്ന് മുളയ്ക്കുന്ന പറഞ്ഞത്. ഓക്കെ ഓക്കെ, വരൂ നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാമൊക്കെ. ഞാനിതാ ഈ സൈഡിൽ കുഴിച്ചിടാനാ വിചാരിക്കുന്നത്. നമുക്കൊന്ന് അവിടെ സെറ്റ് ആക്കാം.
ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ മണ്ണോടെ അതിലേക്ക് മാറ്റി കുഴിച്ചിടാം. ഇതാട്ടോ കാന്താരി. ഇത് തുമ്പയാണ് ഇച്ചിരി വാടിപ്പോയത്. ഒരു കത്തിട്ട് വരാം ഇളക്കാൻ. ബാക്കി ചെടിയൊക്കെ നമുക്ക് നോക്കാം എന്തിലൊക്കെ ആക്കാൻ പറ്റുന്നു. ഇതെന്താ അറിയോ, വീട്ടിൽ വാങ്ങിച്ച മധുരക്കിഴങ്ങ് മുളച്ചതാ. ഇത് നമുക്ക് കുഴിച്ചിടാം എവിടെയെങ്കിലും. ഇതിനകത്ത് വെച്ച പ്ലാന്റ് ആയിരുന്നു, പക്ഷെ ഒരു ദിവസം ഇല മൊത്തം കേടായിട്ട് അപ്പൊ ഞാൻ പുറത്തെടുത്ത് വെച്ച് പിറ്റേ ദിവസം ആകുമ്പോൾ മൊത്തത്തിൽ അങ്ങ് കരിഞ്ഞു പോയി. പക്ഷെ ഇപ്പൊ എനിക്ക് പിടിക്കോ വെക്കണോ കളയണോന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ്. എന്ത് ചെയ്യും? പിടിച്ചാലോ അല്ലെ, വെച്ചോക്കാം. ഞാനിപ്പോ ഇതൊന്നും കുഴിച്ചിടുന്നില്ല. എന്താ വെച്ചാല് സ്ഥലവും ഇല്ല. ഉള്ള സ്ഥലത്ത് ഞാൻ മുമ്പേ എന്തൊക്കെയോ കുഴിച്ചിട്ടിട്ട് അവിടെ ഇതുവരെ ഒന്നും പിടിച്ചിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോകാനുണ്ട് അമ്പലത്തിൽ. അത് പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് അവിടെ കൃഷിഭവന്റെ അവിടെ പോയിട്ട് മണ്ണ് വാങ്ങിക്കാം. മണ്ണ് വാങ്ങിച്ചിട്ട് ഇവിടെ ഒന്ന് കിളച്ചിട്ട് ആ മണ്ണിട്ടിട്ട് നമുക്ക് ഇതൊക്കെ നടാം. ഇപ്പൊ തൽക്കാലം ഞാൻ എന്താക്കുന്ന അറിയോ, വെള്ളത്തിലിടാൻ പറ്റുന്നൊക്കെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കുക. ജസ്റ്റ് ഞാൻ ഈ മണ്ണില് മറ്റേ കാന്താരി മുളകിന്റെ അതും ഇതൊക്കെ ഒന്ന് അതിലേക്ക് വെക്കാം. നമുക്കത് പിന്നെ ചെയ്യാം. ഓക്കെ, വീണോ? എന്താ സൗണ്ട്? അമ്മ ഈ മധുരക്കിഴങ്ങ് മണ്ണിൽ കുത്തി വെക്കണമെന്നുണ്ടോ? ഏ,
എനിക്ക് അവിടുത്തെ അമ്മ ശംഖുപുഷ്പം തന്നിരുന്നു കേട്ടോ. അപ്പൊ എന്നോട് ചോദിച്ചു ഇവിടെ ഉണ്ടോ, അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ട് എന്ന്. പക്ഷെ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. അത് ഡബിൾ, രണ്ടു മൂന്ന് ഇതളുകളുള്ള പോലത്തെ ശംഖുപുഷ്പാണ് അമ്മ എനിക്ക് തന്നത്. അതിന്റെ വിത്ത് തന്നിട്ടുണ്ട്. ഈ കാക്ടസ് കണ്ടോ, ഇങ്ങനെ നീളം വെച്ച് പോവാ. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടി നമ്മള് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ധനുഷ്കോടി, പിന്നെന്താ അവിടെ പോകുന്ന വഴിക്ക് രാമേശ്വരം അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പം അവിടെ ഇങ്ങനെ കണ്ടതായിരുന്നു, കുറെ നിറയെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്നൊരു കഷ്ണം വാങ്ങിച്ച് ഞാൻ പൊട്ടിച്ചവിടെ കുഴിച്ചിട്ടതാ. 2022 അങ്ങനെ എന്തോ ആണെന്നാണ് എന്റെ ഓർമ്മ. ഇതൊക്കെ വിഷുവിന്റെ സമയത്ത് അപ്പൂന്റെ അമ്മയും അച്ഛനും അപ്പും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാരും വിഷു ഇവിടെയായിരുന്നു. അന്ന് അവര് വരുമ്പോ കൊണ്ടുവന്നതാ. ഇപ്പൊ ഇവിടെയുള്ള പകുതി ചെടി അവിടുത്തെ ചെടി തന്നെയാ തോന്നുന്നത്. ഇത് കഞ്ഞിവെള്ളാട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് സാധാരണ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ടേ ചെടിക്ക് ഇത് പാഷൻ ഫ്രൂട്ടാ. പാഷൻ ഫ്രൂട്ടിനും എനിക്കിവിടെ റംബൂട്ടാനാണ്. ഇത് റംബൂട്ടാന. ഈ റംബൂട്ടാനെ വെച്ചു കൊടുക്കാം. ഇപ്പൊ ഓഫ് ചെയ്താ കുറെ വെള്ളം പോകും. ഞാനും അമ്മയും കൂടിയും അമ്പലത്തില് ഭക്ഷണം കഴിക്കാൻ പോവാ. ഇവിടെ അടുത്ത അമ്പലത്തിൽ അന്നദാനം. കേൾക്കുന്നില്ലേ ബാക്ക്ഗ്രൗണ്ടില് പാട്ട്? അവിടേക്ക് പോവാ. ചെറിയ ക്യൂ ആ, വലിയ ക്യൂ ഇല്ല, കുഴപ്പമില്ല. ഇപ്പം പോയി തൊഴാൻ പറ്റുമോന്ന് ആരോടെങ്കിലും ചോദിക്കട്ടെ. പറ്റെങ്കിൽ ഉള്ളിൽ കയറി ഒന്ന് തൊഴുതിട്ട് ക്യൂല് പോയി നിക്കാം. വിചാരിച്ച പോലെയുള്ള ക്യൂ ഒന്നുമില്ല. അടുത്ത ട്രിപ്പ് നമുക്ക് ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. മാരിയമ്മൻ കോവിലാട്ടോ. അത് കോവിലാണമ്മ. മാരിയമ്മൻ കോവിലാട്ടോ വന്നത്. ഞാൻ ഇവിടെയും വന്നപ്പം ശർക്കര ജിലേബി ഉണ്ടോ നോക്കുമായിരുന്നു. ഞാൻ കുറെ കാലമായി ശർക്കര ജിലേബി തപ്പിക്കൊണ്ടിരിക്കുന്നു. പേട്ടന്റെ കൂടെ വർക്കിന് പോകുമ്പോഴാണെങ്കിലും നമ്മള് ആ ഇടുക്കി അങ്ങനെ ആ സൈഡ് ആലപ്പുഴ സൈഡൊക്കെ പോകുമ്പോഴാണെങ്കിലും ഉത്സവം കാണുമ്പോഴൊക്കെ ഞാൻ ഫുള്ള് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ശർക്കര ജിലേബി ഉണ്ടോ. പക്ഷെ ഈ സൈഡിൽ അപ്പൊ ഞാൻ ചോദിക്കുന്ന മലബാർ സൈഡ് മാത്രമായിരിക്കും ഉണ്ടാവാന്ന്. ഇപ്പം ഇതിന് പോയില്ലേ നമ്മള്, എന്തിന് ശിവരാത്രിക്ക് കോഴിക്കോട് പോയപ്പോഴും അവിടെ പുതിയമ്പലം ആ ഏരിയ മൊത്തം നോക്കി, അവിടെ നിന്നും കിട്ടിയില്ല. ഇപ്പൊ അവ ശർക്കര ജിലേബി ഇല്ലേ എവിടെയും? എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് അറിയാവോ? ആ ഒരു സമയല്ലേ. സാമ്പാറുണ്ട്, അവിയലുണ്ട്, കേബേജ് ഉപ്പേരി ഉണ്ട്, മാങ്ങാച്ചാറുണ്ട്, പപ്പടം ഉണ്ട്. കുട്ടി കഴിക്കാൻ പോയില്ല. എന്താ വെച്ചാൽ ആകെ 2 ദിവസം കൊണ്ട് ബിരിയാണിയും കഴിക്കണം. രാവിലെ ഞങ്ങൾ പുറത്തു പോയിട്ട് മസാല ദോശ ഇതൊക്കെ കഴിച്ചു. കുറെ പുതിയ ഹോട്ടലൊക്കെ വന്നു. വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് KSRTC ഓപ്പോസിറ്റ്, സത്താർ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവിടെ പോയി കഴിച്ചു.
അമ്പലത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മളിതാ കൃഷിഭവനിൽ വന്നതാ മണ്ണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്റെ അമ്മേ, എന്ത് ഒടുക്കത്തെ വെയില. ക്ഷണിച്ചു പോയി. വേഗം വാങ്ങിച്ച് വേഗം വീട്ടിൽ പോവാം. എന്റെ മാതാശ്രീ സൂപ്പർ മാർക്കറ്റ് പോലെ അല്ലേ? ഇവിടുന്ന് തക്കാളിന്റെ തൈ എടുക്കാണ്ട് പോയി എടുത്തിട്ട് വരാം. ഇതാ വന്ന് നമ്മള് 2 വിത്ത് വാങ്ങിച്ച്, ഒരു വെണ്ടയ്ക്കും ചോപ്പ് ചീരിയും പിന്നെ 2 ഗ്രോ ബാഗും വാങ്ങിച്ചു. എന്താ മുളകിന്റെ 3 രൂപ. അമ്മ മുളകിന്റെ തൈയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം എന്നൊക്കെ തോന്നും. ഞാൻ നോക്കാണ്ടിരിക്കുന്നു. കൊറേ വാങ്ങിച്ചിട്ട് വെക്കാനും സ്ഥലം വേണ്ടേ? വെക്കാനും സ്ഥലം ഉണ്ടാവില്ല, മണ്ണും ഉണ്ടാവില്ല ഇവിടെ. എറണാകുളം വന്നതിന് ശേഷമാണ് മണ്ണൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ തുടങ്ങിയത്. വേറെ വഴിയില്ല. വഴുതിനത് ഇത് 2 മുളക് വഴുതന അല്ലേ? ഒരു പപ്പായന്റെ തൈ എടുക്കണ്ടായിരുന്നേ. മോളെ എവിടെ കൊണ്ട് കുഴിച്ചിടൂ? ഞാൻ ആദ്യം സ്ഥലം ഉണ്ടാക്കട്ടെ, ഒരു സൈഡൊക്കെ ഒന്ന് എന്തെങ്കിലും ആക്കിയിട്ട്, അല്ലാതെ വാങ്ങിക്കണ്ട. ഇതെന്താ മത്തനോ? ആ വെണ്ട വിത്തുണ്ടല്ലോ അവിടെ. എല്ലാം കൊടുത്തു വരാം. നിങ്ങളവിടെ നിന്ന് അല്ല ബില്ല് കാണിച്ചാൽ മതി. സാധനം കയ്യിൽ വെച്ച്. വെയിലും വേണം, പക്ഷെ ഒടുക്കത്തെ വെയിലല്ലേ. നിങ്ങളവിടെ നേപ്പത് കൊടുത്തു വരാം. തലയിൽ കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എണ്ണയൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ ക്യൂ ഒക്കെ പോയി നിന്ന് വെയിലൊക്കെ കൊണ്ടിട്ട് തല വേനിക്കുന്നു. കുറച്ചേരം കിടന്നിട്ട് ഒന്ന് വെയിലൊന്ന് മാറിയിട്ട് വേണം ബാക്കി ആ മണ്ണൊക്കെ കൊണ്ട് സെറ്റാക്കി ആ വിത്തൊക്കെ ഒന്ന് ഇടണമെങ്കിൽ. ഞാൻ കുറച്ച് കിടക്കട്ടെ കേട്ടോ. ഗുഡ്. അവിടെ കുറെ മണ്ണിട്ടായിരുന്നു. ആ മണ്ണിട്ടതാണല്ലോ ഈ അച്ഛനും കൂടി അതും ചെയ്തു. ഇപ്പൊ വളമുള്ള മണ്ണാണ്. ഇത് വളമുള്ള മണ്ണല്ല, രണ്ടും മിക്സ് ചെയ്താണ്. ആ മണ്ണ് ഇടണ്ടല്ലോ ഒന്നുമില്ല. അതൊക്കെ പറിക്കാനേ, വെള്ളമൊക്കെ പറിക്കാനേ.
തക്കാളി മൂന്നെണ്ണല്ലേ? തക്കാളി ഫസ്റ്റ് വാങ്ങിയത്, രണ്ടാമത് ഞാൻ പോയിട്ടാണ് വഴുതിരി വേറെന്തൊന്നും വാങ്ങിയത്, മുളകിൻ്റെ മുളക് അല്ലെങ്കിൽ ആ തൈ അത് മൂന്നും ആ തൈ മൂന്നും നാളെ ഒരാളെ വൃത്തിയാക്കിയിട്ട് ബാക്കിൽ പോയിച്ചിരുന്ന പോലെ വെക്കാലോ. അതാകുമ്പോ ഇപ്പം മണ്ണ് തന്നെ ബാക്കിൽ വെക്കാൻ യാതൊരു വിശ്വാസമില്ല. വേറെ ഇനിയിപ്പോ എവിടെ കാരണം ഇല്ല, നമ്മളത് വെച്ചില്ലെങ്കിൽ മുമ്പ് ഒരു താമസം ഉണ്ടാവും. ഇന്നിപ്പോ ഒരാൾ പൊന്നിച്ചപ്പോഴാണ് അതിനുള്ളിൽ മൊത്തം നാളൊക്കെ നല്ലപോലെ ചളി കയറി കൊടുക്കുക. അതാണ് ഭയങ്കര സ്മെല്ലായിരുന്നു രാവിലെ. അപ്പൊ അത് മൊത്തം അത് മാന്തിയിട്ടെടുത്തു. അതുകൊണ്ട് ഞാൻ പിന്നെ അച്ഛൻ വിളിച്ചപ്പോ പോയെ. ഇതാണെങ്കിൽ പോയി കാണാതെ സമയം ഉണ്ടാവും. അവനാണ് രാവിലെ ഒന്ന് വിളിച്ചു. അത്ര വലിപ്പില്ല തോന്നി അല്ലേ? മറ്റേ കവർ വേറെ ഇരിക്കുന്നു, അവിടെ നിറച്ചിട്ടത് വേറെ കുറച്ച് വലിയ കവറാണ്. ഇത്രയല്ലേ ഉള്ളൂ, ഇത്ര തന്നെയല്ല അപ്പോഴും ഇത്രയല്ലേ പറഞ്ഞു. മുളി പൊടിച്ചുണ്ടാക്കിയാലോ? അവിടെ സെറ്റായി. സെറ്റായി പറഞ്ഞാൽ സെറ്റായി. ചൂട് മണ്ണു മിക്സ് ചെയ്യണ്ടല്ലോ. മണ്ണ് ഈ മണ്ണ് വേടിച്ചിട്ടിടണം. അപ്പോൾ വേടിച്ചിട്ടിടണം. മറ്റവിടെ പോണില്ലേ? അങ്ങോട്ട് പോയി ബാഗ് എടുത്തിട്ട് വരും. നിർത്തിയോ? അങ്ങോട്ട് വരാം. പാനം കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തല പൊട്ടിച്ചു കൊടുക്കുന്നു. അതൊക്കെ തല അവിടെ ഒന്ന് തല വലിച്ചു നോക്കി. അതൊരു തല വലിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ തല കൊടുക്കുന്നത് വലിച്ചു നോക്കണം. അഞ്ചാർത്തൊക്കെ പൊട്ടിക്കുമ്പോൾ മറ്റേ കവറ് കവർ നോക്കി മണ്ണില്ലടാ. ഇല്ലേ? അത് ഇത് മണ്ണി പോരാ. ഇത് മണ്ണ് ഇത്ര പോരാല്ലോ. ഇത് പോവുക. ഇതൊന്ന് പിടിച്ചിട്ട് മടക്കി വെച്ചാലോ? എന്നിട്ട് അവിടെ അത് കണ്ടില്ല. അത്രയും തോടാ ഇവിടെ വെറുതെ ചെടിച്ചു അവിടെ മേലെ ആണല്ലോ ചോദിച്ചേ. അവരെന്തിലും എനിക്ക് ജോലി ചെയ്തു. ചെറിയതില്ലല്ലേ ജൈവ
പറഞ്ഞാൽ ആ സാധനം വാങ്ങണ ഒരു പാക്കറ്റ്. അതിന്റെ പേര് പറഞ്ഞു. ഇത് അങ്ങനെ തന്നെ ഇറക്കി വെക്കല്ലേ ചെയ്യാം. എന്താക്കിയേക്കും ഈ സാധനം ഒന്ന് മാറ്റി വെക്കണം. ഇത് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഈ ചട്ടി വലിയ ചട്ടി അതിന്റെ മുകളിൽ അടുത്ത് വെച്ചിട്ട് നശിച്ചു പോയി. വെയിൽ ഡയറക്റ്റ് അടിച്ചിട്ടേ. ഇത് തക്കാളി, ഇത് മുളക്. മുളക് നമുക്ക് ഇവിടെ താഴത്തിന് നട്ടു നോക്കിയാലോ? വേറെ മുളകിന് കൂടെ നടാം. ഇത് രണ്ടും നടാം. ഉണ്ടാക്കാനുണ്ട്. ഇപ്പൊ മുളക് കൂടി ഒന്നും നടാൻ പറ്റില്ലല്ലോ. ഇതിലേക്ക് വെക്കാം. അങ്ങനെ പറിച്ചിട്ട് വെക്കണേ. അങ്ങനെ തന്നെ വെച്ചോരാ. പ്ലാസ്റ്റിക് അത് നല്ല ആ പ്ലാസ്റ്റിക് കൂടെ ഒഴിവാക്കിയിട്ട് എന്നിട്ട് അത് ഇതോട് കൂടി വെക്കുക. അങ്ങനെയല്ലേ വെക്കുക. അങ്ങനെ പറഞ്ഞു ഇതിനൊക്കെ നമുക്ക് കുറച്ച് ചാണകം അല്ല നമുക്ക് മറ്റേ ഇതില്ലേ എന്താ പറയാ ഉലുവയും കടുകും കൂടെ പൊടിച്ചിട്ട് കഞ്ഞിവെള്ളത്തിൽ കലക്കി വെക്കാം. കുറച്ച് വെള്ളം വെച്ചിട്ട് ഒഴിച്ച് അതേമാതിരി ആ മുട്ടത്തോടൊക്കെ പൊടിച്ചിട്ട് എത്ര ഉണ്ടായത്? 4. ആരോട് പറഞ്ഞേ ഇവിടുന്ന് കൊണ്ടുപോയ റോബസ്റ്റ് ഞങ്ങള് അവരോട് മറ്റേ ഇത് ഒരിടത്തുനിന്ന് വാങ്ങിയാൽ പോലെ ഇത് ഈ പാഷൻ ഫ്രൂട്ട് അന്ന് ഒരിടത്തുനിന്ന് വാങ്ങിച്ചത്. പാഷൻ ഫ്രൂട്ട് അന്ന് നമ്മൾ വാങ്ങിച്ചത് ഞാനൊരു 2 മത്തൻ്റെ കുമ്പളത്തിൻ്റെ 3 വാങ്ങിച്ചോളൂ. അതങ്ങനെ 3 അത് 3 എടുത്തുന്നതായിരിക്കും. അങ്ങനെ 3 ഞാൻ പറഞ്ഞത്. അങ്ങനെ വെട്ടി തന്നത് മുളകും തൈ 3. അത് പണ്ട് തൈ അപ്പുറത്തുള്ള കാപ്പിൻ്റെ ഒരു ചാക്ക് മണ്ണും കൂടി വേണം. എന്നാലും നമുക്ക് ഇതും മണ്ണിനെ മിക്സ് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. ഞാൻ അപ്പം അവിടെ നോക്കിയേ ഒന്നുമില്ല. മുളക് തൈ വെച്ച് ഇത് ബാക്കിൽ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ബക്കറ്റിലൊന്നും മണ്ണില്ല. പുറത്ത് ബാക്കിൽ കുറേ കുറ്റിയിൽ തന്നെ ഇതുപോലെ ആക്കി വെച്ചാൽ നല്ല രസം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ പക്ഷേ ചരക്ക് തട്ടിപ്പോകും. അതാ പോയി ഇതാ കുപ്പിയിൽ ഇങ്ങനെ മുഴുഭാഗത്ത് തട്ടി വെച്ചാൽ കയറുണ്ട്. ഇവിടെ നല്ല കയറുണ്ട്, മഞ്ഞ കയറ്. അതിന് ഞാൻ ചോദിച്ചോട്ടെ, അതിന് നമുക്കില്ലേ ഇതേപോലെ വെള്ളം തപ്പിപ്പൊക്കെ കെട്ടിയിട്ട് നമ്മളെ ആ ബാൽക്കണിയിൽ ഇങ്ങനെ അതിനെ മുകളിൽ തൂക്കിയിട്ടാണോ? മനസ്സിലായി പറഞ്ഞു. കാരണം മണിക്കൂറിനൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് വളർന്നു പോകുക. അപ്പൊ ആ വളർന്നു പോയതൊക്കെ വെട്ടി കൊടുത്താൽ മതി. വെള്ളമല്ലേ ചിലവാകുള്ളൂ. അവിടെ കണക്കിൽ നല്ല വെയിലില്ല.
ഞാൻ നോക്കിയത് ഒരേ കുട്ടികളൊക്കെ.
അച്ഛനും മാറാൻ പറയാൻ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നൊരു എന്താ പറയാ നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. ഞാൻ എൻ്റെ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഒരു കാര്യം ചെയ്തിട്ടില്ല, എനിക്ക് ആ മധുരക്കിഴങ്ങിന്റെ മുളച്ചത് കുഴിച്ചിടാനായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ നമ്മൾ ബാക്കില് കിച്ചന്റെ സൈഡിൽ നാളെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ട് അവിടെ അത് വെക്കാം. ഇപ്പൊ തൽക്കാലം ജസ്റ്റ് ഒന്ന് മണ്ണിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. വേറെന്താ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ശരി, അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ടാറ്റാ, ഗുഡ് നൈറ്റ്.